ഈശ്വമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. എൻ്റെ പേര് സിസ്റ്റർ എലിസബത്ത് ജോസ്. ഞാൻ ഹോളി ഫാമിലി കോൺഗ്രിഗേഷനിലെ സിസ്റ്ററാണ്. ഞാൻ ഒരു ധ്യാനം എന്ന പേരിലാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. TOB ക്ലാസ് ആണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. തിയോളജി ഓഫ് ബോഡീനെ കുറിച്ച് സ്റ്റഡി ഉണ്ടാവും എന്ന് മാത്രം അറിയാം. അപ്പോൾ ആദ്യമായിട്ട് ഈ സീനായിൽ ഞാൻ ധ്യാനത്തിന് വന്ന് 2 പ്രാവശ്യം ആന്തരിക സൗഖ്യ ധ്യാനമൊക്കെ കൂടിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരോടും മിങ്കിൾ ചെയ്ത് നമ്മുടെ തോട്ട്സ് ഷെയർ ചെയ്യാനും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറയാനാണെങ്കിലും അറിയാത്തത് ചോദിക്കാനാണെങ്കിലും അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ. ഞങ്ങൾ പൊതുവെ ഫാമിലി അപ്പോസ്റ്റലേറ്റിന് ഇറങ്ങുന്നവരാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിലും നമ്മളോട് കുട്ടികൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു കൃത്യമായി മറുപടി കൊടുക്കാനുള്ള അറിവ് നമുക്കുണ്ടായിരുന്നില്ല. ഈ തിയോളജി ഓഫ് ബോഡിയുടെ ക്ലാസ്സിലൂടെ സാറ് പറഞ്ഞെന്ന ഓരോ കാര്യങ്ങളും നമുക്ക് കൂടുതൽ അതിൻ്റെ മൊറാലിറ്റിയെക്കുറിച്ച് അറിയാനും നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ എത്രത്തോളം നല്ലതാക്കി കൊണ്ടുപോകാൻ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നടന്ന് നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റും എന്നൊരു നല്ല ബോധ്യം ഈ ക്ലാസ്സുകളിലൂടെ എനിക്ക് കിട്ടി. ഇത് മിസ്സായിരുന്നെങ്കിൽ വളരെ നഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ എവിടെ ആയിരിക്കുന്നോ അവിടെ ദൈവരാജ്യം പ്രസംഗിക്കാൻ അല്ലെങ്കിൽ അവരോടൊപ്പം ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഒരു സിസ്റ്റർ എന്ന നിലയിലാണെങ്കിൽ കൂടി അവരുടെ ഹാപ്പിനെസ്സിൻ്റെ കൂടെ അവരോടൊപ്പമായിരുന്നു കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അവരോടൊപ്പം ചിലവഴിക്കാൻ ആഗ്രഹിച്ച് അതിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നത് അവർക്ക് പകർന്നു കൊടുക്കാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ആക്ഷൻ സോങ്സ് ആണെങ്കിലും നമ്മുടെ പ്രോഗ്രാം ആണെങ്കിലും ക്ലാസ് ആണെങ്കിലും അത് ദൈവം തന്നൊരു ശുശ്രൂഷയുടെ അനുഭവമാണെന്ന ഉറച്ച ബോധ്യത്തോടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ എനിക്കിവിടെ സാധിച്ചു. അതിൽ ഞാൻ ഒത്തിരി സന്തോഷത്തോടെ ആൾക്കാർ എങ്ങനെ കാണുന്നു എന്നല്ല, ഞാൻ ഒരു സിസ്റ്റർ ആയതുകൊണ്ട് അതെന്തുകൊണ്ട് ചെയ്യുന്നു എന്നതിലും ഉപരി അത് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ. മറ്റൊരു സിനിമ പാട്ടിന് തുള്ളുന്ന പോലെ അല്ല ദൈവരാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈശോയുടെ പാട്ടിനെ കളിക്കുന്ന എന്നൊരു ബോധ്യത്തോടെ അതിലും ഒരു സുവിശേഷ വേലയാണ് എന്നുറച്ച ബോധ്യത്തോടെ കിട്ടിയ മൊറാലിറ്റിയിൽ ജീവിക്കാൻ അതിനി വരുന്ന തലമുറയ്ക്ക് എന്നോടൊപ്പം ആയിരിക്കുന്നവർക്ക് പകർന്നു കൊടുക്കാൻ എനിക്ക് സാധിക്കുമെന്ന ഉറച്ച ബോധ്യത്തോടെയാണ് ഇന്നിവിടുന്ന് മടങ്ങുന്നത്. അപ്പോൾ എല്ലാത്തിനും എടുത്തു തന്ന സാറിനും ഈ അവസരം ഒരുക്കി തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.